ഏത് സാധനവും മാറി മാറിക്കൊണ്ടിരിക്കണം. ഒരു സാധനവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കരുത്. ചോറും ഒരു നേരം നിങ്ങൾ മധുരക്കിഴങ്ങും പച്ചക്കറിയാക്ക്, കടലയും പച്ചക്കറിയാക്ക്, ചെറുപയറും പച്ചക്കറിയാക്ക്, റാഗിയും പച്ചക്കറിയും, വരകും പച്ചക്കറിയും, കുതിരവാലിയും പച്ചക്കറിയും, ചോറും പച്ചക്കറിയും മാറി മാറി കഴിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ മാറി മാറി ഒന്ന് കഴിച്ചു നോക്ക്. നട്ടുകൊണ്ടിരിക്കുന്ന വാഴ തന്നെ നടുന്ന പറമ്പിൽ എന്താ കൃഷി? എനിക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, ഞാൻ 10-15 കൊല്ലമായി വാഴ കൃഷിയാണ് അവിടെ. 15 കൊല്ലമായിട്ട് വാഴ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും ആ മണ്ണ്? ആ മണ്ണിൽ വാഴയ്ക്ക് വേണ്ടാത്തത് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. വാഴയ്ക്ക് വേണ്ടതൊക്കെ പഴയ വാഴകൾ, മുമ്പത്തെ വാഴകൾ വലിച്ചെടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ വാഴ നട്ടു, പിന്നെ അവിടെ പയറും കൂടെ കൃഷി ചെയ്യും, നൈട്രജൻ കിട്ടണം. പിന്നെ ചേന, ചേമ്പോ അങ്ങനെയുള്ളതൊക്കെ നട്ട് ഇനം മാറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ പോലെ ശരീരത്തിനും പലതരം ആഹാര സാധനങ്ങൾ മാറി മാറി വരണം. വേനൽക്കാലത്ത് തണ്ണിമത്തൻ കഴിക്കണം. തണ്ണിമത്തൻ ഡീപ്പ് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് വർഷകാലത്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് തണ്ണിമത്തൻ വരുത്തി തരുന്നുണ്ട്. കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതല്ല കഴിക്കേണ്ടത്. അപ്പോൾ മാറി മാറി കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ജനിച്ചപ്പോൾ തുടങ്ങി 4 നേരം 6 നേരവും ചോറ് തന്നെ തിന്നണം. ഒരു വർഗം ഭൂമിയിലുണ്ടെങ്കിൽ അത് മലയാളിയാണ്. 6 നേരം ചോറ്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചോറ് ഒരു നേരമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ കാലത്ത് എന്താണ് ഉമ്മ കഴിക്കുന്നത്? അത് പുട്ടാണ്. അത് ചോറല്ലേ, പുട്ടാരിയുടെ അല്ലേ. ഉമ്മ വൈകിട്ട് അത്താഴത്തിനെന്താ? അത് കഞ്ഞിയാണ് പോലെ, ചോറല്ല. ഇതാണ് അവസ്ഥ. ഇടയ്ക്ക് 4 മണിക്ക് കഴിക്കണതും വടയും അതും ചോറ് തന്നെയാണ്. മാറി മാറി കഴിക്കാൻ പറ്റണം. ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങൾ മതി, വേവിക്കാത്ത പച്ചക്കറികൾ മതി, അല്ലെങ്കിൽ ആവി കയറ്റിയ പച്ചക്കറി, അല്ലെങ്കിൽ അവിയൽ മാത്രം കഴിക്കുക. അവിയലും ചമ്മന്തിയും കൂടെ കഴിക്കുക. ചോറ് തന്നെ നിന്നാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എങ്ങനെ കയറി എന്നുള്ളതാണ്. പാല് കുഞ്ഞുങ്ങളുടെ ഭക്ഷണമാണ്. ഏതെങ്കിലും ഒരു ജീവിയുടെ കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പിന്നെ പാല് കുടിക്കാൻ പോകണമെന്നുണ്ടോ? പശുവിൻ്റെ ആദ്യത്തെ കുഞ്ഞ് പാല് കുടിച്ച് പാല് തീർന്നു, അത് പുല്ല് തിന്നാൻ തുടങ്ങി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തള്ളപ്പശുവിന് വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു, പാലുണ്ട്. ഈ ആദ്യത്തെ കുഞ്ഞ് എന്നിട്ട് പിന്നെയും പാല് കുടിക്കുമോ? എന്താ കുടിക്കാതെ? 80 വയസ്സുള്ള ഒരു അമ്മൂമ്മ എന്നോട് ചോദിക്കുക, എനിക്ക് പാല് കുടിക്കാവോ? പ്രകൃതി കുഞ്ഞിന് വേണ്ടി മാത്രമാണ് പാല്. അതെ, ഡോക്ടർമാർ അത് പാല് കുടിച്ചാലേ ഡോക്ടർമാരുടെ കച്ചവടം നടക്കുകയുള്ളൂ. നിങ്ങളെങ്ങനെയെങ്കിലും രോഗിയായി കിട്ടിയാലേ ഡോക്ടർക്ക് എന്തെങ്കിലും വെച്ചോളൂ. നിങ്ങൾ രോഗമില്ലാണ്ട് പാല് കുടിക്കാതെ രോഗമില്ലാണ്ട് ജീവിച്ചാൽ ഡോക്ടർക്ക് എന്ത് കിട്ടും? ഡോക്ടർമാർ അവിടെ ഇരിക്കുന്നത് രോഗം മാറ്റാനാണ് എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് വന്നു പോയിട്ടുണ്ട്. രോഗം മാറി ആളുകൾ സുഖമായിട്ട് ജീവിച്ചാൽ ഡോക്ടർ പിന്നെ എങ്ങനെ ജീവിക്കും? അതിൽ പണ്ടൊരു പാട്ടുണ്ടല്ലോ, രോഗങ്ങളില്ലാത്ത കാലം വന്നാൽ. എന്താ പാട്ട്? കേട്ടിട്ടില്ലേ? ഡോക്ടർമാർക്കൊരു തൊഴിലെന്ത്, വഴക്കും വക്കാണവും നടന്നില്ലെങ്കിൽ പിന്നെ വക്കീലിനും ഗുമസ്തനും തൊഴിലെന്ത്. കേസ് നടക്കണം. 5 കൊല്ലം എന്നിട്ട് നടത്തിച്ചു എറണാകുളത്തൊരു മജിസ്ട്രേറ്റ്. കൊറോണ എന്താണ്? കൊറോണയ്ക്ക് അലോപ്പതി ചികിത്സയേക്കാളും നല്ലത് പ്രകൃതി ചികിത്സയാണെന്ന് പറഞ്ഞു. കേസാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ഫുൾജൻ, അയാൾ ഫുൾജൻ ഒന്നുമല്ല, അരജനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തലയ്ക്ക് വിവരമുണ്ടെങ്കിൽ ആ പോലീസ് SI എൻ്റെ പേരിൽ ഇങ്ങനെ കേസെടുക്കുമോ? 5 കൊല്ലം ഞാൻ നടന്നു. ഒടുവിൽ കോടതി പറഞ്ഞു ആ കേസൊന്നുമില്ല, കുറ്റമൊന്നുമില്ല, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വെറുതെ വിട്ടു. 5 കൊല്ലം നേരത്തെ നടത്തിയെന്ന്. കോടതിക്ക് ഇത് ആദ്യം എടുക്കുമ്പോൾ നേരെ മനസ്സിലാകുന്ന കാര്യമല്ലേ ഉള്ളൂ, ഇതിൽ കേസൊന്നുമില്ല എന്ന്. കോടതിക്കും ജീവിക്കണ്ടേ? കേസൊന്നുമില്ല, ആളുകളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. മജിസ്ട്രേറ്റിൻ്റെ ജോലി പോവില്ലേ? വക്കീലന്മാർക്ക് ജോലി കിട്ടുമോ? കോടതിയിലെ ജീവനക്കാർക്ക് തൊഴിലുണ്ടാവുമോ? ഉണ്ടാവുമോ?
അപ്പോൾ കേസ് കൂടണോ കേസ് കുറഞ്ഞിരിക്കണോ? ആളുകൾ കൂടുതൽ തല്ലുപിടിക്കണോ തല്ലുപിടിക്കാണ്ട് മര്യാദക്കാരായിട്ട് ജീവിക്കണോ? ജയിലിൽ തടവുകാർ കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കണോ? കൂടിയിരുന്നാലാണ് ജയിലിൽ വികസനം ഉണ്ടാകുക, പുരോഗമനം ഉണ്ടാകുക. ജയിലിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനുണ്ട്. അയാളുടെ ആഗ്രഹം കൂടുതൽ തടവുകാരുണ്ടെങ്കിൽ കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യാം, കൂടുതൽ കമ്മീഷൻ കിട്ടും. ജയിലിലെ തടവ് പള്ളികളുടെ വസ്ത്രം തയ്ച്ചു കൊടുക്കുന്ന ആളുടെ ആഗ്രഹം എന്താ? കുറച്ച് തടവുകാർ മതി എന്നാണോ? കൂടുതൽ വരണോ? അയാളും പോയി വേളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ജയിലിലേക്ക് കൂടുതൽ തടവുകാർ വരണേ. നമ്മൾ പോയിട്ട് വെക്കുക, എൻ്റെ വേളാങ്കണ്ണി മാതാവേ ഞാൻ മെഴുകുതിരി കത്തിച്ചോളാം, 500 രൂപ നേർത്തിയിട്ടേക്കാം, എൻ്റെ കെട്ടിയാനെ കേസിൽ നിന്ന് ഒഴിവാക്കി തരണേ, കുറ്റമില്ലാണ്ട് വിട്ടുകെട്ടണേ. അവർ പോയി പ്രാർത്ഥിക്കും, ഇയാളെപ്പോലുള്ള കൂടുതൽ ആളുകളെ ശിക്ഷ കിട്ടിയിട്ട് ഇങ്ങോട്ട് വിടണേ. ഇത് മാതാവ് എന്ത് ചെയ്യും? ഏത് കേൾക്കും? നമ്മൾ രോഗികളെല്ലാം കൂടെ പ്രാർത്ഥിക്കും, വേളാങ്കണ്ണി മാതാവേ രോഗമൊക്കെ മാറ്റി തരണേ, രോഗമില്ലാണ്ട് ജീവിക്കണേ, കുടുംബത്തിന് കുഴപ്പമൊന്നും വരുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. മരുന്ന് കമ്പനിക്കാർ നമ്മൾ മാതാവിന് രോഗമില്ലാണ്ടാക്കി തന്നാൽ എന്ത് കൊടുക്കും? നമുക്കും നമ്മുടെ കുടുംബത്തിനും രോഗമില്ലാണ്ടാക്കി തന്നാൽ മാതാവിന് നമ്മളൊരു മെഴുകുതിരി കൊടുക്കും. മരുന്ന് കമ്പനിക്കാരനോ സ്വർണം കൊണ്ട് മാതാവിനെ പൊതിഞ്ഞു കൊടുക്കും. ശബരിമല പൊതിഞ്ഞില്ലേ? ശബരിമല ആകെ പൊതിഞ്ഞ് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് ചെമ്പായിപ്പോയി. അതുപോലെ നമ്മൾ കൊടുത്ത ഒരു മെഴുകുതിരി കൊടുക്കും. ഒരു മെഴുകുതിരിക്ക് വേണ്ടി നിങ്ങളുടെ രോഗം മാറ്റിത്തരാൻ മാതാവിൻ്റെ തലക്ക് പെട്ടല്ലേ? ഡോക്ടർ സ്വർണത്തിൻ്റെ മെഴുകുതിരി കൊടുക്കും. അപ്പോൾ മാതാവ് ഏതെടുക്കും? അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയാൽ നമ്മൾ നന്നാകും. നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ അവർ നന്നാകും. ആസ്റ്റർ ഹോസ്പിറ്റലുകാർ ഒരു പരസ്യം കൊടുത്തു. വലിയ ബോർഡുകൾ പലയിടത്തും എറണാകുളത്ത് വെച്ചു. ഞങ്ങൾ 100 ബെഡുള്ള ഒരു വിഭാഗം കൂടെ പണിതതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കാത്തത് കൊണ്ടാണ്. പരസ്യമാണ്. ഇത് കണ്ടാലെങ്കിലും മന്ദബുദ്ധികൾക്ക് ബുദ്ധി വെക്കണ്ടേ? അല്ല, മന്ദബുദ്ധി ആവണമെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി വേണമല്ലോ. ആശുപത്രിക്കാർ കൊടുത്ത പരസ്യമാണ്. ഞങ്ങൾ 100 ബെഡ് കൂടിയുള്ള ഒരു സെക്ഷൻ പണിതത്, ഡിപ്പാർട്ട്മെൻറ്റ് പണിതതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കാത്തത് കൊണ്ടാണ്, സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. എന്നിട്ടും ആളുകൾ കണ്ണി കണ്ട കുയിമാന്തിയും തിന്നും, ഷവർമയും തിന്നും. അതും മരണൈസ് കൂട്ടിയാതിട്ടാണ് ഇത് രണ്ടും. എന്നിട്ട് രോഗം കൊണ്ട് അങ്ങോട്ട് തന്നെ ചെല്ലുകയാണ്. ചികിത്സിക്കാൻ പോകണത് എന്തിനാണെന്നറിയാവോ? ഈ അസുഖമൊന്നും മാറിക്കഴിഞ്ഞാലല്ലേ എനിക്കും വീണ്ടും പോയിട്ട് കുഴിമാന്തി തിന്നാൻ പറ്റുള്ളൂ. ഈ അസുഖം മാറിക്കിട്ടണ്ടേ? എന്തിനാണോ എൻ്റെ കരൾ ഇങ്ങനെ ഡോക്ടറെ സിറോസിസ് ഒന്നും മാറ്റിത്തരുമോ? എന്തിനാണോ മാറ്റിത്തരണേ? അല്ല ഡോക്ടറെ എനിക്ക് വീണ്ടും പോയി കുടിക്കാനേ. ഇങ്ങനെയാണ് മനുഷ്യർ നടക്കുന്നത്. ആ മനുഷ്യരോടാണ് നമ്മൾ പുതുനഗരം പ്രതികരണ സമിതിയുടെ സെക്രട്ടറി കുസ്തി പിടിക്കാൻ നടക്കുന്നത്. നന്നാവില്ലേ? സ്വയം മാറിയേ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വത്താണ്. അത് തകരുന്നിടത്താണ് അവർക്ക് താല്പര്യമുള്ളത്. നന്നാക്കി തരുന്നതിലല്ല. അത് നമ്മൾ തിരിച്ചറിയണം.